ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര പത്തനംതിട്ട ജില്ലയിലെ കോന്നി എക്കോ ടൂറിസം സെൻറ്ററിലേക്കായിരുന്നു. പോകുന്ന വഴി കണ്ട ചെറിയൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. അതിൻ്റെ പുറകിൽ ഒരു അരുവിയും കുറേ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. ഇവിടെ ഒരു മരത്തിൽ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പം ഐമിക ആദ്യമായിട്ടാണ് ഊഞ്ഞാലാടുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ഒരു ചെറിയ പേടി ഒക്കെ ആയിട്ടാണ് ഐമിക ഊഞ്ഞാലിരിക്കുന്നത്. കുറച്ച് നേരം അവളെ ഒന്ന് ഹാപ്പി ആക്കിയിട്ടാണ് പോയത്. കാരണം കുറേ നേരം വണ്ടി ഇരിക്കുമ്പം മുഷിയുമല്ലോ, അങ്ങനെ കയറിയതാണ്. ഈ ബിൽഡിങ്ങിലാണ് ടിക്കറ്റ് കൗണ്ടർ. അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അകത്തേക്ക് കയറിയാൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ ആനക്കൂടാണ്. ആനക്കൂട് സ്ഥാപിച്ച വർഷവും അവിടെ കൊണ്ടുവന്ന് പരിപാലിച്ച ആനകളുടെ ഡീറ്റെയിൽസും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരേ സമയം ഇതിൽ 6 ആനകളെ വരെ ഇടാൻ പറ്റും. ഇപ്പം ആനപ്പിടുത്തം നിർത്തലാക്കിയത് കൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ മെയിൻ അട്രാക്ഷനായിട്ടാണ് നിൽക്കുന്നത്. അകത്തോട്ട് കയറുമ്പോൾ അശോകവനം കാണാം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അതുപോലെ കാം ആൻഡ് ക്വയറ്റ്, നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കാം, റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യാം. ആനകളെ കാണുന്നതാണല്ലോ മെയിൻ, അതുകൊണ്ട് ആദ്യം നേരെ അങ്ങോട്ട് തന്നെ പോയി. മെയിനായിട്ട് ആനയെ കാണാൻ വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും കൂടുതലും സ്പെൻഡ് ചെയ്തത് ആനക്കൊട്ടിലിൻ്റെ മുന്നിൽ തന്നെ ആയിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ ചെന്നിരുന്നത്. ഓരോരുത്തരും വന്ന് എത്ര നേരമാണെന്ന് ഒരാനയെ തന്നെ നോക്കി നിൽക്കുന്നത്. അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാവാം ഓരോ ആനകളും ഓരോ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുകയാണ്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൃഷ്ണയെന്ന് പറഞ്ഞ ആനയാണ്. പുള്ളിക്കാരി ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. കണ്ടു നിന്നവർക്കെല്ലാം ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പുള്ളിക്കാരുടെ ഫോട്ടോ എടുക്കാനാണ് എല്ലാവർക്കും താല്പര്യവും. ആൾ മാത്രം നല്ല പോലെ തലയൊക്കെ കുലുക്കിയിട്ട് നല്ല എൻജോയ് ചെയ്താണ് ഫുഡ് കഴിക്കുന്നത്. കാണുന്നവർക്ക് അത് ഭയങ്കര കൗതുകമായിരുന്നു. മോളാണെങ്കിൽ ഞങ്ങളെ കയ്യെ പിടിച്ച് വലിച്ചിങ്ങനെ നടക്കണം. അവർക്ക് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എടുക്കാമെന്ന് പറഞ്ഞാലും ചില സമയത്ത് പുതിയ സ്ഥലത്തെത്തുമ്പോൾ അവർക്ക് എന്തോ നടന്ന് തന്നെ കാണണം കാഴ്ചകൾ. വണ്ടി കയറുമ്പോഴും ചില സമയത്ത് പറയാം നമുക്ക് നടന്നു പോകാമെന്ന് പറയാറുണ്ട്. അവിടെ നിന്ന് നേരെ നടന്നു പോയത് എലിഫൻറ്റ് മ്യൂസിയത്തിലേക്കായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അവിടെ നിന്ന് കണ്ടിറങ്ങുമ്പോൾ ആനകളെക്കുറിച്ചൊരു ഫുൾ ഡീറ്റെയിൽസ് തന്നെ നമുക്ക് കിട്ടും. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ സ്കെൽറ്റൻ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒരു ആനയുടെ സ്കെൽറ്റൻ കാണുന്നത്. അതുപോലെ പിന്നെ ആനയെ പിടിക്കുന്ന കെണി, അതുപോലെ കത്തി, അതിൻ്റെ ചങ്ങല, അങ്ങനെ പല്ല്, ചിരട്ട, അങ്ങനെ എല്ലാ സംഭവങ്ങളും അതിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അവിടെ ഓരോ പക്ഷികളുടെയും മൃഗങ്ങളുടെയും സൗണ്ട് ഇങ്ങനെ നമുക്ക് കേൾപ്പിച്ച് തരും. അത് ഒരു നല്ലൊരു ഇതായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നൊരു സ്പോട്ടാണ്. പിന്നെ അവിടെയുള്ളൊരു മെയിൻ അട്രാക്ഷനാണ് എലിഫൻറ്റ് ആർട്ട് ഗാലറി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം എന്ത് നോക്കിയാലും ഒരു ആനമയം, എന്താ ഭംഗിയെന്നോ. കാരണം എല്ലാം ഓരോ വെറൈറ്റി ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓരോ കലാകാരന്മാരുടെ ഓരോരോ ഐഡിയാസ് അല്ലേ. അപ്പം അത് നമുക്ക് ഭയങ്കര കൗതുകത്തോടെ നോക്കി നിൽക്കാൻ തോന്നും. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നിപ്പോൾ. മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് പിന്നെ ഉള്ള ഒരു പാർക്കാണ് കുട്ടികൾക്കുള്ള, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളൊരു പാർക്ക്. അവിടെ ആയിരുന്നു പിന്നെ ഐമികയുടെ സമയം. കുറേ റൈഡ്സിലൊക്കെ കയറിയിട്ട് ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു.